ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണയാണ്. സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുക കേട്ടോ, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് ചോദിച്ചു ഇന്നത്തെ ഒരു ഡേ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കുമെന്ന്. അധികം രാവിലെ എഴുന്നേക്കത്തില്ല, അഥവാ നേരത്തെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ തന്നെ കുക്കിങ് കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് തുടങ്ങത്തില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ലേറ്റായിട്ടേ തുടങ്ങത്തുള്ളൂ, ഒരു 6-6:30 കഴിയുമ്പോഴത്തേക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ. ആ ഒരു സമയത്ത് തുടങ്ങുന്നത് തന്നെ എനിക്ക് മതി, കാരണം കുഞ്ഞൻ ഒരു 8:30 ഒരു 8:15 കഴിയുമ്പോഴേ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയല്ലോ. അങ്ങനെ ഇതാ ആദ്യം തന്നെ കുക്കറിനകത്ത് അരിയാക്കി അടുപ്പത്തോട്ട് ആക്കി അരിയൊന്ന് വെന്തിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ആദ്യം ഞാൻ അരിയടുപ്പത്ത് ഇട്ടിട്ടാട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് അരിയടുപ്പത്തോട്ട് ആക്കിയതിന് ശേഷം പിന്നീട് കറിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് 1-2 സ്പെഷ്യൽ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും എൻ്റെ രീതിയിൽ ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പടവലങ്ങയും പിന്നെ നമ്മൾ ഉണക്ക കൊഞ്ചും കൂടി ഇട്ടൊരു തോരനാണ്. അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമായിട്ടോ, കിടുവാണെന്ന് വേണം പറയാൻ, അത്രയ്ക്ക് അടിപൊളിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം കടുക് വറുത്തു, പിന്നെ കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മുടെ ഉണക്കക്കൊഞ്ച് കേട്ടോ ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്, ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ആ എണ്ണയ്ക്കകത്ത് ആ ഒരു ഇത് പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ പടവലങ്ങയും ഒരു ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞു, സവോള കേട്ടോ അരിഞ്ഞ് കുറച്ച് വെച്ചിരുന്നതാണ്. ഇന്നലെ തലേത് രാത്രി തന്നെ അരിഞ്ഞ് വെച്ചതുകൊണ്ടാണ് ഞാൻ അരിയുന്നൊന്നും കാണിക്കാഞ്ഞേ. അങ്ങനെ പിന്നെ അതും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, കാരണം നമുക്ക് ഈ ചെമ്മീനകത്ത് ഉപ്പിൻ്റെ അംശം ഉണ്ടല്ലോ, അന്നേരം പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അങ്ങനെ അതൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് അടച്ച് വെക്കണം. ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, നമുക്ക് ആ പടവലങ്ങയ്ക്കകത്ത് നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ അതിൻ്റെ ഒരു അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഈ ഒരു പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ അരപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി നമ്മളിങ്ങനെ പൊത്തി ഒന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ അരപ്പും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ച വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, നന്നായിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മളുടെ അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു പടവലങ്ങയുടെ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല, പടവലങ്ങയ്ക്കൊക്കെ ഇതാ ഈ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറും ഒക്കെ പിടിക്കും കേട്ടോ. ഈ തോരൻ വെക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു കോവയ്ക്ക വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതും എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും, ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന കേട്ടോ. നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കണം. നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ഒക്കെ ചെയ്യത്തില്ല, അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒന്ന് അരപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അരി അടച്ചൊന്ന് ഇട്ടു. അതിൻ്റെ ഇടയിലൂടെ തന്നെ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള. അപ്പം അതിനൊന്ന് കടു താളിച്ചൊഴിക്കണം. അങ്ങനെ അതും കൂടെ താളിച്ചൊഴിച്ചതിന് ശേഷം ആ ഒരു ചട്ടിയിലോട്ടാണ് നമ്മളിനി അടുത്ത കോവയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ കോവയ്ക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞിന് ഞാൻ ഫുഡ് കൊടുത്തു. അപ്പം കുഞ്ഞെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു കൊഞ്ച് തോരൻ കൊണ്ട് കൊഞ്ചിൻ്റെ നല്ല മണമായിട്ടോ. അപ്പം രാവിലെ ചോദിക്കുന്നുണ്ടായിരുന്നു കൊഞ്ച് തോരൻ അന്ന് ഉണ്ടാക്കിയതുപോലെ ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു പടവലങ്ങി ഇട്ടതാണ്, കഴിച്ച് നോക്ക്, എന്നിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് വീണ്ടും തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ദോശയിലൂടെ അതായിരുന്നു കേട്ടോ കുഞ്ഞൻ കഴിച്ചത്, ചമ്മന്തിയും പിന്നെ ആ കൊഞ്ച് തോരനൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ കുഞ്ഞെന്താ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുഞ്ഞിന് ഫുഡെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. അങ്ങനെ കുഞ്ഞൻ പോകാൻ ഇറങ്ങി.
പിന്നെ 1-2 കമൻറ്റ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, സിന്ദൂരം ഇടില്ലേന്ന്. ഞാൻ സിന്ദൂരം ഇടാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് സിന്ദൂരത്തിന് ഭയങ്കര അലർജിയാണ്. ഇങ്ങനെ നേരത്തെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. വാരി പൊത്തി ഇടുമായിരുന്നു. പക്ഷേ എനിക്ക് സിന്ദൂരം ഇടുമ്പോൾ ഭയങ്കര അലർജി കേട്ടോ. ഞാൻ മാറ്റി മാറ്റി നോക്കി. എനിക്ക് ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലാണ്. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഫുള്ളിങ്ങനെ സ്പ്രെഡ് ആവും കേട്ടോ. ആ ഒരു നെറ്റിയുടെ ഭാഗത്തും എല്ലാം ഇങ്ങനെ സ്പ്രെഡായിട്ട് ഒരു ഭയങ്കര വലിയൊരു ഇതായിട്ട് മാറും. അത് മാത്രമല്ല, ഈ ഒരു ചൊറിച്ചിൽ, ആ ഒരു ചൊറിച്ചിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. ഞാനിങ്ങനെ ചൊറിഞ്ഞ് അവിടുത്തെ തൊലി ഇളകാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ സിന്ദൂരം മാറ്റിയിട്ട് ഞാൻ പിന്നെ സ്റ്റിക്കാക്കി. സ്റ്റിക്ക് ഇടുമ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ സ്റ്റിക്കിനകത്തോട്ട് ആ സ്റ്റിക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം, സ്റ്റിക്ക് കൊണ്ട് വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ സിന്ദൂരം തൊട്ടിടുമായിരുന്നു. അപ്പോൾ അധികം ചൊറിച്ചിൽ കുറയും. അതിന് വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സ്റ്റിക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സിന്ദൂരം, ഇങ്ങനെ ഈ ചൊറിച്ചിലോ ഇങ്ങനെ അലർജിയൊന്നും വരാത്ത എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാനിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സിന്ദൂരം ഇടാതിരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ആഗ്രഹം തോന്നുമ്പോൾ എടുത്തിടും. അല്ലാത്ത സമയത്ത് സ്റ്റിക്കാണ് ഇടുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ മുകളിൽ സിന്ദൂരത്തിന് ആ സ്റ്റിക്ക് വെച്ച് വരയ്ക്കാറുണ്ട്. ഈ മുടി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവാത്തത്, കാണാത്തത്. അതുകൊണ്ടാണ് ചെറുതായിട്ടുള്ള സ്റ്റിക്ക് വെച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി പറക്കാൻ. അത് കഴുകി പറക്കി അവിടേക്ക് ഒന്ന് തുടച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെ വന്നാണ് മുറ്റമൊക്കെ അടിക്കാനും പിന്നെ ഇതാ അകമൊക്കെ തൂത്ത് വരാനും ഒക്കെ വന്ന്. രാവിലെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം നമുക്ക് വിശന്നിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ നല്ലപോലെ തലകറക്കമൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പതിയെ ചെയ്യാം. നമ്മളല്ലേ എല്ലാം ചെയ്യുന്നത്, എപ്പോഴായാലും നമ്മൾ വേണം ചെയ്യാൻ. അതുകൊണ്ട് നമുക്കുടെ ഇഷ്ടത്തിന് എപ്പോഴാന്ന് വെച്ചാൽ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അവിടേക്ക് ഒന്ന് അടിച്ച് വാരുകയൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു ചേച്ചി ഇന്നലെ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വ്ളോഗിനകത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, സ്പീഡ് കുറച്ച് വേണം സംസാരിക്കാൻ, ഒരുപാട് സ്പീഡിൽ സംസാരിക്കല്ലേ, പിന്നെ ഒന്ന് പതുക്കെ സംസാരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്പീഡ് കുറച്ച് തന്നെയായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്പീഡിൽ അങ്ങനെ സംസാരിക്കാറില്ല, പതുക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ഷോർട്സിനകത്താണ് എനിക്ക് കമൻറ്റ് വന്നത്. ഷോർട്സിനകത്ത് 1 മിനിറ്റ് വീഡിയോ ആയിട്ടോ. ആ 1 മിനിറ്റിനകത്ത് നമ്മൾ എന്ത് കണ്ടൻറ്റ് ആണോ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ അതിനകത്ത് സംസാരിച്ച് തീർക്കണം. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു 1 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കണ്ടേ. ഒരു 60 സെക്കൻഡിനകത്ത് നമ്മൾ പറഞ്ഞ് തീർക്കുമ്പോൾ നമ്മൾ അത്രയും സ്പീഡിൽ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അത്രയും സ്പീഡിൽ സംസാരിക്കുന്നത്. പിന്നെ ഉറക്കെ സംസാരിക്കുക, സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. സൗണ്ട് കുറച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മൈക്കിലൊന്നും അല്ല, നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് തന്നെ. അതും പുറത്തുനിന്ന് ഭയങ്കര സൗണ്ടാണ്. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇങ്ങനെ വണ്ടികൾ പോകുന്നതും പിന്നെ അപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതൊക്കെ വരും. അപ്പോൾ എന്നെക്കാളും കൂടുതലായിട്ട് സൗണ്ട് അവരുടെ ആയിരിക്കും കയറി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തായാലും മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഉറക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ സ്പീഡിൽ സംസാരിക്കുന്നതും പിന്നെ എന്താ സൗണ്ട് കൂട്ടി സംസാരിക്കുന്നതിൻ്റെയൊക്കെ കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഒരു വ്ളോഗിനകത്ത് നമ്മൾ അങ്ങനെ സ്പീഡിൽ സംസാരിക്കാറില്ല, ഷോർട്സിനകത്ത് മാത്രമാണ് സംസാരിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഉച്ചക്കലത്തെ ഫുഡും കഴിച്ചു കഴിഞ്ഞു. കാരണം അത് കഴിഞ്ഞ് എനിക്ക് രാവിലത്തെ തൂക്കലും വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോണിനകത്ത് നമുക്ക് ചാർജ് കുറവായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പിന്നെ കുറച്ച് സൗണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു വീഡിയോയ്ക്ക്. പിന്നെ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഫോണിലാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി പറക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴുകി പറക്കി ഒന്ന് വൃത്തിയാക്കി ആക്കിയതിന് ശേഷം പിന്നീട് ഞാൻ ഈ ഒരു സംഭവം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് മറന്നേ പോയി. വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മേടിച്ചിട്ട് വന്ന കാരക്ക കേട്ടോ. അന്ന് വീട്ടിൽ പോയപ്പോഴത്തേക്ക്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ തട്ടിയിട്ടപ്പോൾ എല്ലാം കുറേയൊക്കെ കേടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ കേടുണ്ട്. ഇങ്ങനെ ഒരുമാതിരി കുഴി പോലെ വന്നിട്ട് എന്തെങ്കിലും കൊത്തുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അതൊക്കെ പിന്നെ ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം പിന്നീട് ഒന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയാൻ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നീട് ഉപ്പിലിട്ട് വെച്ചാൽ മതി. ഇതിനകത്ത് കറയുണ്ട്, നന്നായിട്ട് പുളിപ്പുണ്ട്. കാരണം ഇത് പൊട്ടാട്ടോ, വിളഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പഴുത്തിട്ടില്ല. പഴുത്തതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇത് പച്ചയാട്ടോ. അപ്പോൾ ഒന്ന് അതിൻ്റെ കറയൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഞാനതൊന്ന് ചൂടാക്കി അവിടെ വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം
പിന്നീട് കുറച്ച് തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തീരാറായി. ഇന്നലെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കുഞ്ഞിന് കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് മതിയെന്നും പറഞ്ഞ് എനിക്ക് ഇങ്ങനെ തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടല്ലേ, അപ്പോൾ തണുപ്പോടെ ആ ഒരു ഇതിൽ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ പിന്നെ എൻ്റെ സ്ഥിരം സ്ഥലമായിട്ടോ, റൂമിൻ്റെ ഒരു മൂലയാണിത്. അപ്പോൾ ഇവിടെയാണ് മിക്കപ്പോഴും ഞാൻ വന്ന് ഇരിക്കാറ്. ഇങ്ങനെ എഴുതാനും എടുക്കാനും പിന്നെ സൗണ്ട് കൊടുക്കാനും ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഇതാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കുറച്ച് കഴിച്ചിട്ട് പിന്നീട് ഞാൻ എന്താ നമ്മുടെ ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവരുടെയൊക്കെ ലിസ്റ്റ് ഇതാ ഈ ഒരു ബുക്കിനകത്താട്ടോ. ഇതെല്ലാം മൊത്തത്തിൽ കീറിയൊക്കെ പോയി ഇനി വേറെ ബുക്കിനകത്തോട്ട് എഴുതി മാറ്റണം. ഇതെല്ലാം ഇളകി കിടക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു ബുക്കിനകത്താണ് ഞാൻ എഴുതി വെക്കുന്നത് ഹായ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വിഷസ് ഒക്കെ അറിയിക്കാൻ പറയത്തില്ലേ, ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെയൊക്കെ വിഷസ് പറയാനുള്ളതും ഇതിൽ തന്നെയാണ് എഴുതി വെക്കുന്നത്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ആ ഒരു ഡേറ്റ് ഒക്കെ പറയുമ്പോൾ ആ ഡേറ്റ് എന്നാണെന്നൊക്കെ നോക്കും. പിന്നെ ഹായ് പറയുന്നവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞോ അല്ലെങ്കിൽ അത് എഴുതി വെക്കാനുള്ളതും കൂടെ എഴുതിയൊക്കെ വെക്കും. അപ്പോൾ ആരുടെയും ഹായ് പറയാൻ പറഞ്ഞവർക്കൊന്നും ഞാൻ പറയാതിരിക്കത്തില്ല. കാരണം ഇതേപോലെ ഞാൻ നിങ്ങളുടെ ആ ഒരു കമൻറ്റ്സ് വരുമ്പോഴേ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ കുറേ പേര് പരാതിയാണ് ഹായ് പറഞ്ഞില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാവരെയും പറയും. നമ്മളിങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് തന്നെ. അപ്പോൾ ആ ലിസ്റ്റ് നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ടിക്ക് ചെയ്താണ് വരുന്നത്. എന്നിട്ട് അടുത്തത് പറയുമ്പോൾ അടുത്ത ആൾക്കാരുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. പിന്നെ ഇങ്ങനെ എല്ലാവരും പറയും ഞങ്ങളുടെ പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ പറയാൻ നിങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും. അങ്ങനെയൊന്നും അല്ല, എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്, ഇന്ന ആളെന്നൊന്നുമില്ല. എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ. അതുകൊണ്ട് ആര് പറഞ്ഞാലും പറയുന്നതും ആയിരിക്കും. ചിലരൊക്കെ കുറേ നാളിന് ശേഷമായിരിക്കും വന്നിട്ട് അയ്യോ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് തന്നെ. പറഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പം തന്നെ പിന്നെ നമ്മുടെ അടുത്തൊരു വ്ളോഗിനകത്ത് തന്നെ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചിലപ്പോൾ ഷോർട്സ് അല്ലെങ്കിൽ മെയിൻ വീഡിയോ അങ്ങനെയായിരിക്കും. അങ്ങനെ പിന്നീട് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഏത് വീഡിയോയ്ക്കകത്താണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം നമ്മുടെ വീഡിയോസ് കുറേ കഴിയുമ്പോഴത്തേക്ക് ഏത് വീഡിയോയ്ക്കകത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിനകത്തും കുറേശ്ശെ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഏതായെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ ലിങ്ക് ഒന്നും ഞാൻ ഷെയർ ചെയ്ത് തരാത്തത് പോലും. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മുടെ എല്ലാ വീഡിയോയ്ക്കകത്തും ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇന്ന് ഞാൻ പറയുന്നില്ല, നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ബാക്കിയുള്ളവരൊക്കെ പേരുകൾ പറയുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ കാരയ്ക്ക ഒരുവിധം റെഡി ആയി കിടക്കുകയായിരുന്നു അവിടെ കേട്ടോ. ചൂടൊക്കെ ആറി ഇങ്ങനെ കിടന്നു. അത് പിന്നെ ഞാൻ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്തോട്ട് കുറച്ചെടുത്തിട്ടു. ഭരണിയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ചെറിയ മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ് ബോട്ടിലിനകത്താണ് ഇട്ട് വെച്ചിരുന്നത്. അങ്ങനെ അതിനകത്ത് കുറച്ച് ഉപ്പും പച്ചമുളകും ഒക്കെ കീറി അതിനകത്ത് ഇട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്ക് പോപ്കോൺ ഉണ്ടാക്കിയത്, രാത്രിയിലല്ല കുഞ്ഞൻ വരുമ്പോഴത്തേക്ക് കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഉണ്ടാക്കിയതേ ഉള്ളൂ, കുഞ്ഞൻ വന്നപ്പം അത് കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നോ എന്ന് എല്ലാവരും ചോദിച്ചു. സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അന്ന് കുഞ്ഞിന് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചോട്ടോ. കുഞ്ഞിന് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. കാരണം അടുത്ത മാസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ചിലവ് ഇച്ചിരി അധികം കൂടുതലായതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അവധിയൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ പോകാനും പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുഞ്ഞൻ വരുന്ന സമയത്ത് എന്നെ ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചു. വന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നത്. എന്നിട്ട് എനിക്ക് പറയുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു കേട്ടോ കുഞ്ഞിന് എനിക്ക്. അത് കഴിഞ്ഞ് പപ്സും പിന്നെ സമൂസ, പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിക്കാതെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് ഞെട്ടി. കാരണം ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഇത്രയും നാളിന് ശേഷം നമ്മളിപ്പം കണ്ടുമുട്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ ഇങ്ങനൊരു സംഭവം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല എനിക്ക്. വാലന്റൈൻസ് ഡേക്കൊന്നും ഞാൻ അങ്ങോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കുഞ്ഞിനോരോ ഗിഫ്റ്റും ഇതോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് എനിക്കൊന്നും തന്നിട്ടില്ല ഇന്നേ വരെ. ഇന്നാണ് ഫസ്റ്റ് ടൈം എനിക്കൊരു ഡയറി മിൽക്ക് കൊണ്ട് തന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിനത് ഓർത്ത് വെച്ചിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിനിങ്ങനെ റൊമാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ എന്ത് മനുഷ്യനാണ്, ഇന്ന് റൊമാൻറ്റിക്കൊക്കെ ഒന്ന് ആയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സ്നേഹമുണ്ടല്ലോ അത് മതി. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചു. അത് ഫുള്ള് ഞങ്ങൾ തീർത്ത് കേട്ടോ. ഞങ്ങൾക്ക് ഈ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതും ഡയറി മിൽക്ക് എൻ്റെ പൊന്നോ ഫേവറേറ്റ് ആയിട്ടാട്ടോ. ഡയറി മിൽക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്കും വാലന്റൈൻസ് ഡേക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതേ കൂട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ കൊടുത്തോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ പപ്സൊക്കെ ആക്കി ചായയൊക്കെ ഇട്ട് ഞങ്ങൾ അതും കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാമായിരുന്നു.
പിന്നെ രാത്രിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിച്ച് ഞങ്ങൾ പിന്നെ അധികം ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. പിന്നീട് ഇന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ മതിയെന്ന് കുഞ്ഞിനെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ചായ കുടിച്ചതിൻ്റെ നാവ് പൊള്ളിയുണ്ട്, ചൂട് നല്ലപോലെ ഉണ്ടായിരുന്നു. ഒരുക്കാണ്ടെടുത്ത് ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നാവ് നന്നായിട്ടൊന്ന് പൊള്ളി. അങ്ങനെ പിന്നെ ചായയും അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒഴിച്ച് മാറ്റി കേട്ടോ. രാത്രി കുടിക്കാനുള്ള വെള്ളമില്ല, നമ്മൾ രാത്രിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. അപ്പോൾ അത് ശീലമാണ്. അന്നേരം ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ചൂടായി കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി പറക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ നൈറ്റ് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വലിയതായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെച്ച് പിന്നീട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടോ അഴുക്കൊക്കെ ഇങ്ങനെ എടുത്ത് കളയുമായിരുന്നു. കുറേ വേസ്റ്റ് ഇരിപ്പുണ്ട്, ഇനിയിപ്പം രാവിലെ കൊണ്ട് കളയത്തുള്ളൂ. രാത്രിയിൽ നമ്മളങ്ങനെ വേസ്റ്റ് അങ്ങനെ പുറത്തുകൊണ്ടേ കളയത്തില്ല കേട്ടോ, ഇങ്ങനെ അടച്ചു വെച്ചേക്കും. അത് പണ്ട് തൊട്ടേ എൻ്റെ അമ്മ പഠിപ്പിച്ച ശീലമാണ്. അമ്മ ഇങ്ങനെ പറയും വെളിയിൽ കൊണ്ട് കളയരുത്, അപ്പോൾ വേസ്റ്റ് അങ്ങനെ കൊണ്ടുപോയി വെളിയിൽ ഇടുന്നത്. എന്താ കാരണം എനിക്കറിയത്തില്ല. എനിക്ക് അമ്മയൊക്കെ പറയുന്ന ഈ എഴുജന്തുക്കളൊക്കെ കയറി വരുമ്പോൾ നമ്മുടെ കഴിക്കുന്നതിൻ്റെ ഫുഡിൻ്റെയൊക്കെ മുള്ളും വേസ്റ്റൊക്കെ കിടന്നാൽ അതിൻ്റെ മണ്ടയിൽ കൂടെ പോയി അവർക്ക് ദേഹം മുറിയുമെന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്കറിയത്തില്ല. മിക്കവാറും നമ്മൾ കൊണ്ടിടുമ്പോൾ എലിയുടെയൊക്കെ ശല്യം കൂടാം, അതും കാരണമാണ്. അങ്ങനെ പിന്നെ അത് കളയത്തില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചേക്കും. അങ്ങനെ പിന്നെ പിന്നെ കുറച്ച് തണ്ണിമത്തൻ്റെ അടുത്ത് കട്ട് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വേറെ ഇനിയൊന്നും വേണ്ട, കുഞ്ഞൻ പറഞ്ഞായിരുന്നു ഫ്രൂട്ട്സ് മതി, അപ്പോൾ ഇത് മതി എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ നമുക്ക് പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി എന്തായാലും വെച്ചേക്കുന്നില്ല, കാരണം വെച്ചിരുന്നാൽ ഇത് മൊത്തം ചീത്തയായി പോകും കേട്ടോ. കാരണം ഇത് ഇപ്പം മേടിച്ചിട്ട് 2 ദിവസമായി, അന്നേരം പിന്നെ ഇത് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും അവിടേക്ക് വൃത്തിയേടായി. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തു. പിന്നെ അവിടെ ഒന്നും കൂടെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു. ഇല്ലെങ്കിൽ ഇന്ന് വെള്ളം തൊട്ടൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വീണ്ടും അതിൻ്റെ ആ മധുരത്തിൻ്റെ ഇതുകൊണ്ട് ഉറുമ്പ് കയറും. രാവിലെ ഒന്ന് നോക്കുമ്പോൾ പിന്നെ ഉറുമ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് കഴിക്കുമായിരുന്നു. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, കുഞ്ഞൻ ചിരിക്കാറില്ലേ? കുഞ്ഞൻ ചിരിക്കാറുണ്ട് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കര കോമഡിയാണ് ആ മനുഷ്യൻ. എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ, എനിക്ക് ചോദിക്കാനും പറയാനും നിറയെ ആൾക്കാരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.